തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ ജനങ്ങൾ ഉറ്റുനോക്കിയ പഞ്ചായത്തായിരുന്നു ഓങ്ങല്ലൂർ. UDFന്റെ MP-യും LDFന്റെ MLA-യും അടങ്ങുന്ന ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ഏതു മുന്നണിയാകും കരുത്ത് തെളിയിക്കുക എന്നതിലേക്ക് എല്ലാവരും മിഴിനട്ടു. ഒപ്പം പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന്റെ വാർഡായ 12ലേക്കും വടകര MP ഷാഫി പറമ്പിലിന്റെ വാർഡായ 13ലേക്കും ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു. പട്ടാമ്പിയിൽ UDF തരംഗം സൃഷ്ടിച്ചപ്പോൾ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ LDF മുന്നണിയാണ് വിജയം കൈവരിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA-യുടെ 11ാം വാർഡ് UDF നേടിയെടുത്തു. എന്നാൽ ഷാഫി പറമ്പിൽ MP-യുടെ വാർഡായ 13 SDPI-യാണ് പിടിച്ചെടുത്തത്. 24 വാർഡുകളുള്ള ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 11 വാർഡുകളിൽ LDF-ഉം 8 വാർഡുകളിൽ UDF-ഉം വിജയിച്ചപ്പോൾ 5 വാർഡുകളിൽ SDPI വിജയം കൈവരിച്ചു. കഴിഞ്ഞ തവണ 3 സീറ്റ് നേടിയ SDPI ഇത്തവണ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ പഞ്ചായത്തിലെ സീറ്റ് നിലനിർത്താനോ അക്കൗണ്ട് തുറക്കാനോ പോലും BJPക്ക് സാധിച്ചില്ല. രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ മത്സരിച്ച തൃണമൂൽ കോൺഗ്രസും പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങി. 3 സീറ്റിന്റെ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് LDF-ന് ഭരണം തുടരാം. എന്നാൽ പഞ്ചായത്തിൽ SDPI-യുടെ മുന്നേറ്റം ആശങ്കയോടെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നോക്കിക്കാണുന്നത്. യൂത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള MP-യുടെ വാർഡിൽ SDPI വിജയം കൈവരിച്ചത് വലിയ ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.